ഭാരതത്തിൻ്റെ ബുദ്ധിയെ സർവോത്കൃഷ്ടമായിട്ടുള്ള രീതിയിൽ പ്രചോദിതമാക്കിയ മഹാമനീഷിയാണ് ആചാര്യപാദസ്വാമികൾ. ആചാര്യപാദർ എന്ന് മാത്രം പറയുമ്പോൾ ഭാരതത്തിൽ അത് ഒരേ ഒരു ആചാര്യനെ കുറിച്ച് മാത്രമാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വേറെ ഏത് ആചാര്യന്മാരെ പേരോട് കൂടി അല്ലാതെ സൂചിപ്പിക്കാനാവില്ല. അതേ സമയത്ത് ഏതൊരു കൃതിയിലും ആചാര്യപാദസ്വാമികൾ പറഞ്ഞു ആചാര്യൻ എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ ഒരേ ഒരു ആചാര്യനേ ഉള്ളൂ, അത് ശങ്കര ഭഗവത്പാദരാണ്. കാരണം ഓരോ യുഗങ്ങൾക്കും ആചാര്യന്മാരുണ്ട്. കൃതയുഗത്തിലെ ആചാര്യനെ നമ്മൾ പറയുന്നത് സത്യാചാര്യൻ എന്നാണ്. അത് കഴിഞ്ഞ് വന്ന അടുത്ത യുഗം ത്രേതായുഗത്തിലെ ആചാര്യൻ്റെ പേര് ദത്താചാര്യൻ എന്നാണ്. തുടർന്ന് വന്ന ദ്വാപരയുഗത്തിലെ ആചാര്യനാണ് വ്യാസാചാര്യർ. കലിയുഗത്തിലെ ആചാര്യൻ്റെ പേരാണ് ശങ്കരാചാര്യർ. അതുകൊണ്ടാണ് ഈ യുഗത്തിൽ നമ്മൾ ഏത് പഠനം ചെയ്യുമ്പോഴും ആചാര്യപാദ സ്വാമികൾ എന്തു പറഞ്ഞു എന്നുള്ളത് പ്രമാണികമായിട്ട് നമ്മൾ എടുക്കുന്നത്. അതിന് മീതെ ഒരു പ്രമാണമില്ല, കാരണം അത് ശാസ്ത്രാധിഷ്ഠിതമാണ്. പ്രമാണം അതിന് മീതെ സാധ്യവുമല്ല. അതുകൊണ്ടാണ് വ്യാസാചാര്യർക്ക് ഇതിന് മുൻപത്തെ യുഗത്തിൽ മഹാഭാരതാവട്ടെ, ഭാഗവതാവട്ടെ, ബ്രഹ്മസൂത്ര ഭാഷയാവട്ടെ ആചാര്യൻ എന്തു പറഞ്ഞു എന്നാണ്. ഈ യുഗത്തിൽ പക്ഷേ നമ്മളുടെ അനാസ്ഥ കൊണ്ടും അശ്രദ്ധ കൊണ്ടും ആചാര്യപാദസ്വാമികൾ എത്രത്തോളം മനസ്സിലാക്കിയെന്ന് നമുക്ക് തന്നെ സ്വയം ചിന്തിച്ചാൽ മനസ്സിലാവുന്നൊരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ അജ്ഞതയുടെ അഥവാ അറിവില്ലായ്മയുടെ ഒരു വലിയ കയത്തിലേക്ക് വീണു പോകാൻ സാധ്യതയുള്ള കേരളീയ ജനതയെ ഈ ആസ്തികനോ നാസ്തികനോ ആവട്ടെ, ആചാര്യപാദസ്വാമികൾ ശാസ്ത്രമാണ് പ്രപഞ്ചത്തിന് പ്രദാനം ചെയ്തത്. അദ്വൈത വേദാന്തത്തെ അതിൻ്റെ എല്ലാ ഗാംഭീര്യത്തോടു കൂടി ചിരപ്രതിഷ്ഠിതമാക്കിയതിൽ അതിനർത്ഥം ഒരിക്കലും ആചാര്യപാദസ്വാമികൾ മറ്റ് ശാസ്ത്ര പഠനങ്ങളെ നിരാകരിച്ചു എന്ന് പോലുമല്ല. കാശ്മീര ശൈവിസം ആചാര്യപാദസ്വാമികൾ സംബന്ധിച്ച ശാസ്ത്രമാണ്. അദ്വൈത വേദാന്തം എന്ന് പറയുന്നതിനെ നമ്മളിലേക്ക് എത്തിക്കുക മാത്രമായിരുന്നില്ല ലക്ഷ്യം, ഒരു നവോത്ഥാനം കൂടിയായിരുന്നു. ബുദ്ധി ഉപയോഗിച്ച്, ശാസ്ത്രം ഉപയോഗിച്ച്, യുക്തി ഉപയോഗിച്ച് എങ്ങനെ ജീവിക്കാം എന്നതിന് ദൃഷ്ടാന്തം കൂടിയാണ് ആചാര്യപാദസ്വാമികളുടെ ജീവിതവും. കാരണം അമ്മയെക്കുറിച്ചും അമ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ചും മാതൃപഞ്ചകം എഴുതിയ അതേ ആചാര്യപാദസ്വാമികൾ തന്നെയാണ് ബ്രഹ്മസൂത്ര ഭാഷ്യത്തിനും യഥാർത്ഥത്തിൽ